വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലേഔട്ട് വരെ നമ്മൾ സെറ്റാക്കി, അത് മൂന്ന് ടൂൾ ഉപയോഗിച്ചിട്ട്. സോ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന്. നമ്മൾക്ക് ഇനി എന്താ വേണ്ടത്? ഡോസ് ആൻഡ് വിൻഡോസ് നമുക്ക് പ്ലേസ് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് നമുക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഇതുവരെ തന്നെ ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ എന്തായിരുന്നു? ലൈൻ ടൂൾ എടുത്തു. ലൈൻ ടൂൾ എടുത്ത ശേഷം നമ്മൾ ഓഫ്സെറ്റ് എടുത്തു. ഓഫ്സെറ്റ് കൊടുത്ത ശേഷം നമ്മളെന്ത് ചെയ്തു? എക്സ്റ്റൻഷൻ EX, ഈ ഒരു 3 ടൂള് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. സോറി, ട്രിം കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണ്? ലൈൻ ടൂള്, ഓഫ്സെറ്റ്, എക്സ്റ്റൻഷൻ, ട്രിം, 4 ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ആക്കിയത്. സോ ആഫ്റ്റർ ദാറ്റ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡോസ് ആൻഡ് വിൻഡോസിനെ പ്ലേസ് ചെയ്യണം. ലേഔട്ട് സെറ്റായിട്ട് നമുക്ക് ഇനി എന്താ വേണ്ടത്? ഡോസ് ഉണ്ട്, വിൻഡോസ് ഉണ്ട്. ആക്സസ് ആകാൻ നമുക്ക് എത്ര ഈസി ആയിട്ട് ആക്സസ് ചെയ്യണം ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലോട്ട്. അപ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് ജസ്റ്റ് ഒരു എത്രയാണ് ഡോസിൻ്റെ സൈസ് എന്ന് പറയുന്നത്? 900 by 2100 ഒക്കെയാണ് നമുക്ക് ചെയ്യാം. സോ അതേ മമ്മില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാണ് എടുക്കുന്നത്? ഞാൻ മീറ്ററിലാക്കിയിട്ട് 0.9 ആക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് എൻട്രൻസ് ഡോർ ഡിപ്പെൻസ് ആണ്. ഇതേപോലെ നമുക്ക് ഈ ഒരു ഡോട്ട്സിൻ്റെ ഇത് കിട്ടും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. ഡോസിൻ്റെ ബ്ലോക്സ് എന്ന്, അല്ലെങ്കിൽ വിൻഡോസിൻ്റെ ബ്ലോക്സ്, CAD ബ്ലോക്സ് ഉണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. പ്ലാന്റ്സ് ഉണ്ട്, അതേപോലെ പേഴ്സൺസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ആക്സസ് ആണ്. ഫ്രീ ആയിട്ടുള്ളത് ഉണ്ടാവും. ഫ്രീ ആയിട്ടുള്ളത് ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ഒരു ഇതുമില്ല. ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ കുറേ മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലോഗ്സിനെ പറ്റി. അപ്പം ഇത് ചെയ്യാം. അത് അവിടെ കൊണ്ടു വെച്ചു. ജസ്റ്റ് മൂവ് കൊടുക്കുക. മൂവ് എം എൻ്റർ എടുത്താൽ അവിടെ പിടിച്ചിട്ട് ഇങ്ങോട്ട് മുകളിൽ വന്ന് വെച്ചു. അത്രയേ ഉള്ളൂ. നമുക്ക് ഏതൊക്കെ ഡോസ് എവിടേക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത് ജസ്റ്റ് ഒന്ന് പ്രൊവൈഡ് ചെയ്യാം. ഇതേപോലെ ഇതിന് ജസ്റ്റ് ഒന്ന് സൈസ് കുറക്കുകയോ കൂട്ടുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കെയിൽ ചെയ്യാം. SC എൻ്റർ. ഇതൊന്നും ജസ്റ്റ് ആവശ്യമുള്ള ടൂളൊന്നുമല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. ഇത് എന്ത് ചെയ്യാം? ബ്ലോക്ക് വേറൊരു ഫയലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. സ്കെയിൽ ചെയ്യുന്നതും മൂവ് ചെയ്യുന്നതൊക്കെ. ഇനിയിപ്പോൾ ഇൻ കേസ് നമുക്കത് വേണ്ട, നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ലേഔട്ട് പോലെ മതി, നമുക്ക് ഇതേപോലെ ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കതും ചെയ്യാം. അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അടുത്തതിൽ. ഈ ഒരു ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് മൂവ് ചെയ്തു. സ്കെയിൽ SC ഉപയോഗിച്ചിട്ട് സ്കെയിൽ ചെയ്തു. ഓക്കെ, ഇത് 2 ടൂള്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് രണ്ട് ടൂള്. ആ ഒരു ടൂളും ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ദെൻ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇത് ഞാൻ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട്, നമുക്ക് ഇതൊന്നുമില്ല, നമുക്കിങ്ങനെ ഒരു ബ്ലോക്സ് ഒന്നുമില്ല, സാധാരണ റാൻഡമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഫ്സെറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. നമ്മൾ 4 ടൂളല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. ആ ഒരു ടൂൾ തന്നെ അതിൽ തന്നെ വരുന്നതാണ് ഇത് ഓഫ്സെറ്റ് ടൂള്. ഓഫ്സെറ്റ് എടുക്കുക. എത്രയാണ് കൊടുക്കേണ്ടത്? 0.9 കൊടുക്കുക. എൻ്റർ അമർത്തുക. ഇതേപോലെ എവിടെയൊക്കെയാണോ ഓപ്പണിങ്സ് വരുന്നത് അവിടെയൊക്കെ അതേപോലെ ഓപ്പണിങ്സിൻ്റെ അവിടെ ഓഫ്സെറ്റ് ജസ്റ്റ് എൻ്റർ അമർത്തുക. അതേപോലെ ഇങ്ങനെ കൊടുക്കുക. ഇവിടെ കുറച്ച് സ്പേസ് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ എത്രയാണോ വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ 0.9 കൊടുത്തു നോക്കി. വേണ്ട, പറ്റില്ല. അപ്പോൾ ഒരു 0.7 0.8 പറ്റില്ല, 0.7 കൊടുത്താൽ ചിലപ്പോൾ അത് ഓക്കെ ആയിരിക്കും. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് കൊടുക്കുക എന്നിട്ടോ, അല്ലാതെ തോന്നിയ പോലെ എവിടെയും കൊടുക്കാനൊന്നും പറ്റത്തില്ല. സോ ഓക്കെ, ദെൻ ഇത് ഓക്കെ ആക്കിയ ശേഷം ജസ്റ്റ് ഓഫ്സെറ്റ് പറഞ്ഞ ടൂൾ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. ഇനി അടുത്ത് DR ഡബിൾ എൻ്റർ അമർത്തുക. ഡ്രിം എടുക്കുക, ജസ്റ്റ് കട്ട് ചെയ്യുക. ഇപ്പം എന്തായി? നമ്മൾ ഉപയോഗിച്ച അതേ സെയിം ടൂൾ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളെന്ത് ചെയ്തു? ഓഫ്സെറ്റ് ഉപയോഗിച്ചിട്ട് ഡോസ് ഉണ്ടാക്കി. ഓക്കെ അല്ലേ? ഓഫ്സെറ്റ് ഉപയോഗിച്ചിട്ട് ഡോസ് ഉണ്ടാക്കി. ഓഫ്സെറ്റും ഡ്രിമ്മും 2 ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓപ്പണിങ്സ് ഉണ്ടാക്കി. സോ ഇനി എന്താ ചെയ്യേണ്ടത്? സ്റ്റോറേജിൻ്റെ ഉണ്ടാക്കിയില്ല നമ്മൾ. ഓക്കെ, സ്റ്റോറേജിൻ്റെ യൂണിറ്റ് സെറ്റാക്കാം നമുക്ക്. അതും ജസ്റ്റ് ഓഫ്സെറ്റ് എടുക്കുക. OF എൻ്റർ. എത്രയാണോ വേണ്ടത്, ഒരു 80 0.8 സംതിങ് ഏതാണോ അത്രയും എടുത്തിട്ട് ഞാൻ ജസ്റ്റ് അവിടെ നിന്നൊരു ഓപ്പണിങ്സ് കൊടുത്തു. ബാക്കിയുള്ളത് ട്രിം ചെയ്ത് കളയാം. DR ഡബിൾ എൻ്റർ ജസ്റ്റ് ട്രിം ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ളതൊക്കെ അൺനെസറി ആയിട്ടുള്ളതൊക്കെ ഞാൻ ട്രിം ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഓപ്പണിങ്സ് ആയില്ലേ? ബാക്കിയുള്ളതൊക്കെ അൺനെസസറി ആയിട്ടുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തൊക്കെ കളയാം. ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. അൺനെസസറി ആയിട്ടുള്ളതൊക്കെ റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ കുറച്ച് ഭംഗി കൂടില്ലേ?
സോ ഇനി നമുക്ക് വേണ്ടത് വിൻഡോസാണ്. വിൻഡോസും ഇതേപോലെ തന്നെ നമുക്ക് വേറെ ബ്ലോക്സിൽ നിന്ന് കൊണ്ടുവന്ന് വെക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ ഓഫ്സെറ്റും ട്രിമ്മും ഉപയോഗിച്ചിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ലൈൻ ടൂൾ ഉപയോഗിച്ചിട്ടും ക്രിയേറ്റ് ചെയ്യാം. റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം ബ്ലോക്ക് ആക്കിയിട്ട് ഇങ്ങോട്ട് പ്ലേസും ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് സുഖമുള്ളത് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ റെക്റ്റാങ്കിൾ ആക്കിയിട്ട് അറിയുമ്പോൾ നമുക്ക് ജസ്റ്റ് അത് റെക്റ്റാങ്കിൾ കൊടുക്കുക. അതിനുശേഷം എൻട്രി കൊടുത്താൽ നമുക്ക് ഡയമെൻഷൻ സെറ്റ് ചെയ്യാനും പറ്റും. ഞാൻ അത് ഉപയോഗിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് നമുക്ക് ലൈൻ ടൂളല്ലേ നമുക്ക് അറിയുള്ളൂ. നമ്മൾ ആകെ 4 ടൂൾ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. സോ ലൈൻ ടൂൾ എടുക്കുക. ലൈൻ ടൂൾ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഞാൻ ജസ്റ്റ് ഓർത്തോ മോഡ് ഓഫാണ്, ജസ്റ്റ് ഓണാക്കിയ ശേഷം ഇങ്ങോട്ടേക്ക് ഒരു 50 ഉള്ള 3 ഓപ്പണിങ്സാണ്, അല്ലെങ്കിൽ ഞാനൊരു 50 2 ഓപ്പണിങ്സ് ഉള്ള ഒരു ഡോറ് അത്രയില്ല കൊടുത്തിട്ടുള്ളത്. 0.2 വാൾ തിക്നെസ്സിന് അനുസരിച്ചിട്ട് 0.2 കൊടുത്തു. ജസ്റ്റ് മിഡ് പോയിൻ്റ് ലൈൻ എടുത്തിട്ട് മിഡ് പോയിൻ്റ് ആണ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് മിഡ് പോയിൻ്റ് കാണിച്ചു തരും. പക്ഷേ ജസ്റ്റ് ലൈനിൽ സെർച്ച് ഇതാക്കുമ്പോൾ മിഡ് എൻ്റർ എന്ന് അമർത്തിയാൽ തന്നെ നമുക്ക് അതിൽ ഓട്ടോമാറ്റിക്കലി മിഡ് പോയിൻ്റ് അവർ കാണിച്ചു തരും. അവർ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് അവർ സ്പെസിഫൈ ചെയ്ത് കാണിച്ചു തരും. ഇത് ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും പക്ഷേ ഒരു ലൈന് എടുത്തിട്ട് വരയ്ക്കുമ്പോൾ ആ ഒരു ലൈന് പോകും. സോ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യണം, എൽ അമർത്തിയാൽ തന്നെ ലൈൻ ടൂൾ വരും. എല്ലേന്ന് അമർത്തുക. ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ലൈനിലാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് അവിടെ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ എൻഡ് പോയിൻറ്റ്സ് ഒക്കെ കാണിച്ചു തരും. ജസ്റ്റ് മിഡ് പോയിൻ്റ് ആണെങ്കിൽ മിഡ് പോയിൻ്റ് ഒന്ന് ഫുൾ ടൈപ്പ് ചെയ്യണമെന്നില്ല, മിഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മിഡ് പോയിൻ്റ് ആയിട്ട് അവർ സ്പെസിഫൈ ചെയ്ത് കാണിച്ചു തരും. സോ മിഡ് പോയിൻ്റ് ഞാൻ 50 അങ്ങനെ രണ്ടെണ്ണമാക്കി കൺസിഡർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. 50 രണ്ടെണ്ണമാക്കി കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് അവിടുത്തെ ലൈനൊന്ന് ജസ്റ്റ് ഇതായി. ഓക്കെ, ഞാൻ വേറെ ടൂളാണ് അവിടെ ഉപയോഗിച്ചത്. ഫില്ലറ്റ് എന്ന ടൂളാണ് ഉപയോഗിച്ചത്. സോറി, അത് വേണ്ട. നമുക്ക് ഈ 4 ടൂൾ തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ദെൻ ഈ ഒരു ലൈൻ ടൂളിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഇവിടെയും നമുക്ക് സെൻറ്റർ കാണാം. സെൻറ്റർ കണ്ടിട്ട് ഇങ്ങോട്ടേക്കും വരയ്ക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓഫ്സെറ്റ് എടുക്കാം. ഓഫ്സെറ്റ് എടുത്തിട്ട് നമുക്കറിയാം 0.2 ആണ്. 0.2ൻ്റെ സെൻറ്റർ എത്രയായിരിക്കും, 0.1. സോ ആ ഒരു ഇത് വെച്ചിട്ട് ഓഫ്സെറ്റ് എടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് കോപ്പി എടുത്തിട്ട് നമുക്ക് വെക്കാം. CO എൻട്രി എടുത്താൽ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ Ctrl+C Ctrl+V അമർത്തിയാൽ നമുക്ക് കോപ്പി കിട്ടും. അത് പുതിയ അറിവൊന്നുമല്ലല്ലോ. സോ ദെൻ എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എം അമർത്തി നമുക്ക് എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് മിഡ് പോയിൻ്റ് തന്നെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ മിഡ് പോയിൻ്റ് ആവില്ല. നമുക്ക് മെയിനായിട്ട് പ്രശ്നം വരാൻ പോകുന്നത് ഇവിടെയാണ്. നമ്മളൊരു സംഭവം കൊടുങ്ങാണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്നെങ്കിൽ എവിടെയാണോ നമ്മൾ പിടിച്ചിട്ടുള്ളത് ആ ഒരു പോയിൻറ്റിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു ലൈനിൻ്റെ മിഡ് പോയിൻ്റ് കാണാൻ വേണ്ടി ഒരു ലൈന് വരച്ചു. ആ ഒരു വാളിൽ നമ്മൾ ലൈന് വരച്ചു. അതിന് ശേഷം എന്ത് ചെയ്തു, MID അമർത്തിയപ്പം മിഡ് പോയിൻ്റ് കിട്ടി. ജസ്റ്റ് 0.2 ഇങ്ങോട്ടും കൊടുത്തു. എനിക്ക് ഈ വിൻഡോയുടെ മിഡ് പോയിൻറ്റിൽ നിന്ന് വേണം മൂവ് ചെയ്യാൻ. ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു മിഡ് പോയിൻറ്റിൽ പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് മൂവ് വെക്കുക. കണ്ടോ, ആ ഒരു മിഡ് പോയിൻറ്റും ഈ ഒരു മിഡ് പോയിൻറ്റും തമ്മിൽ ജോയിൻ ആക്കുക. അപ്പോൾ എന്ത് ചെയ്തും ശരിക്കും പെർഫെക്റ്റ് ആയിട്ടിരിക്കും. നമ്മൾ പിടിക്കുന്നത് എവിടെയോ എന്നനുസരിച്ചിട്ടായിരിക്കും അത് വരുന്ന സ്ഥലവും മാറും. സോ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമ്മളിപ്പോൾ മിഡ് പോയിൻ്റ് തന്നെ കൊണ്ടുവയ്ക്കാൻ ആണെങ്കിൽ മിഡ് പോയിൻ്റ് തന്നെ പിടിച്ചിട്ട് മൂവ് ചെയ്യിപ്പിക്കാം. സോ ഈ ഒരു ഇത് സെറ്റായി എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഉള്ളതിനൊന്നും ഡൗട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ